ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്ന പുതിയൊരു സർവൈവൽ സീരീസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ സർവൈവൽ സീരീസ് എന്താണ്, നമ്മൾ ഇത് കൊണ്ട് നടക്കും ഗൈസ് കുറേ ദിവസം. അപ്പോൾ ഗൈസ്, നമുക്കൊന്ന് മരങ്ങളൊക്കെ ഒന്ന് വെട്ടാം. ഗൈസ്, ഒന്ന് മരം വെട്ടട്ടെ. കുറച്ചൊക്കെ മാജിക് കണ്ടുവരും ഗൈസ്. ചേട്ടാ, അപ്പോൾ ഗൈസ്, മാജിക്ക് ശരിയാ, പക്ഷേ ഇത്രയും പെട്ടെന്നൊന്നും രാത്രി ആവില്ല ഗൈസ്. എന്നാലും നമ്മൾ മരം വെട്ടി ഗൈസ്. ഇതെന്താ? ഓടിക്കോ ഗൈസ്. എനിക്കെന്താ മനസ്സിലായി, ഞാൻ കുറേ വീഡിയോസിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കെന്താ മനസ്സിലായെന്നറിയോ ഗൈസ്? ഇത് വെറുതെ ആണ് ഗൈസ്. ഇത് എന്തെങ്കിലും ഒരു ഗ്ലിച്ചറ്റായിരിക്കും. ശരിക്കും അങ്ങനത്തെ ഹീറോ ബ്രെയിൻ അങ്ങനത്തെ ഒന്നും സാധനം ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതെന്താ എന്നാലും ഇങ്ങനെ വിയേർഡ് ഗൈസ്. ഇതിങ്ങനെ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. ഇത് നിങ്ങൾക്കും കണ്ടിട്ട് എന്തോ ഒരു തോന്നില്ല ഗൈസ്. ഇത്രയും കോപ്പറിൻ്റെ സാധനങ്ങൾ ഉണ്ടായിട്ട് ഇതേ സാധനം എന്താണെന്ന് എന്തിനിരിക്കും അവനെടുത്തേ? ഇതിലും എന്തോ ഫിഷ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി നമ്മളുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ട ഗൈസ്. നമുക്ക് എന്താണ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ സാധനങ്ങളൊക്കെ മാറിയെന്ന് തോന്നുന്നു ഗൈസ്. ഇല്ല ഗൈസ്, കേട്ടിട്ടുള്ളൂ. ആ ഗൈസ്, ഒരു പിക്കാസ് ഉണ്ടാക്കി. ഇനി താഴോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ എന്താണ് ഇപ്പോൾ 13 ഉണ്ടാക്കി. ഇനിയും കുറച്ചും കൂടി ഉണ്ടാക്കണ്ട ഗൈസ്. മുമ്പോട്ട് തന്നെ പോയിക്കോണ്ടേ. ഇതെന്താ മിന്നല് ഗൈസ്? ഫ്രീ കിട്ടിയത് എടുക്കാം ഗൈസ്. ഇതെന്താണെന്ന് അറിയില്ല. ഞാനും ഇട്ടിട്ടുണ്ട് പുറത്ത് ഗൈസ്. നമുക്ക് പുറത്തോട്ട് പോവാം. ഇതെന്തോ ഈ വേൾഡിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അടുത്ത് എത്ര വെക്കണ്ട ഗൈസ്. ഇതിൽ മിന്നലടിക്കും. കുറച്ച് ദൂരത്ത് തന്നെ വെക്കാം ഗൈസ്. സ്കെൽട്ടൻ, നിങ്ങളൊരു കാര്യം ആലോചിച്ച് ഗൈസ്, ഇത്രയും രാത്രി ഏറ്റവും ഇറ്റ് പോകില്ല. അപ്പോൾ ഈ സ്കെലിട്ട മാത്രം അവിടെ എന്ത് ചെയ്യുക ഗൈസ്? സ്കെൽട്ടൻ എങ്ങനെ ഈ സ്കെൽട്ടൻ്റെ ഉണ്ട എങ്ങനെ എവിടെ നിന്നൊക്കെ വരുന്നത്? അല്ല, സ്കെൽട്ടൻ്റെ ഉണ്ട നമുക്ക് എടുക്കാൻ പറ്റൂല. കാണുന്നില്ല. ഇതെന്താ പീസ്ഫുൾ ആണോ ഗെയിം? പെട്ടെന്ന് കൂടുന്ന ഗൈസ്. ഓടിക്കോ ഗൈസ്. എനിക്കറിയില്ല ഒന്നും ഗൈസ്. എന്തായാലും ഭയങ്കര വിയേർഡായിട്ടുള്ള സാധനമാണ് ഗൈസ്. ഇതെനിക്കെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഭയങ്കര വീടെന്ന് വെച്ചാൽ ഭയങ്കര വീട് ഗൈസ്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നിന്ന് എടുത്ത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ ഗൈസ്. അതാരാ? സോംബി വില്ലേജർ. അയ്യോ ഗൈസ്, രക്ഷപ്പെട് ഗൈസ്. ഓ ഗൈസ്, ഞാൻ പെട്ട്. ഒരു നേരത്തേക്ക് ശ്വാസം കിട്ടാണ്ട ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് രാവിലെ ആയോ? എൻ്റെ പിക്കാസ് മൊത്തം വെള്ളം തെറിച്ച് ഗൈസ്. എവിടുന്നാന്നറിയില്ല. സ്കെൽട്ടൻ പോടാന്ന്. മരിക്കൊന്നും കളിക്കാനും പറ്റില്ല. അല്ലെങ്കിൽ വീട് സാധനങ്ങൾ ആയിക്കൊണ്ടിരിക്കാം ഗൈസ്. ഇതാണെങ്കിൽ എവിടുന്നോ ഇരിക്കുന്ന പറന്ന് നടക്കുന്ന സ്കെൽട്ടൻ ഗൈസ്. എനിക്കറിയില്ല എവിടുന്നാന്ന്. എന്നാലും ഈ വേൾഡ് ഭയങ്കര വിയേർഡാണ് ഗൈസ്. തിരിച്ചു പറഞ്ഞിടുന്നത് ഒരു മര്യാദയാണ് ഗൈസ്. എന്തെങ്കിലും ഒന്ന് ഇടണം. കുറച്ച് വിയേർഡ് ഇട്ടെ, നമ്മളും കുറച്ച് വിയേർഡ് ഇടും. ഇപ്പോൾ ഗൈസ് വിയേർഡായി. ഗൈസ്, ഇതെന്താ? അപ്പോൾ ഗൈസ്, ഒരാട്ട് ഇടയിലൊരു ലാമ വന്ന് തന്നെ അടിച്ച് ഗൈസ്. ലാമനെ ഞാൻ ഉപദ്രവിച്ചിട്ട് പോലില്ല. അതിന് മുമ്പ് എന്നെ വന്ന് ലാമ അടിച്ച് ഗൈസ്. എൻ്റെ കയ്യിൽ കുറച്ചും കൂടി ഫുഡുണ്ട്. നമുക്ക് ഫുഡൊക്കെ ഒന്ന് എടുക്കണം. ഇവിടെ 2 ഫുഡ് കിട്ടി. 1 സ്റ്റീക്ക്, രണ്ടാമത്തെ സ്റ്റീക്കും ഗൈസ്. രണ്ടാമത്തെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഇവനെന്തോ എന്നെ ഒളിപ്പിക്കുന്നുണ്ട്. ഇവനെന്തന്നെ ഇങ്ങനെ നോക്കുന്നു ഗൈസ്. ഇവനിങ്ങോട്ട് തിരിഞ്ഞ് അതേ സമയത്ത് അവനും ഇങ്ങോട്ട് തിരിഞ്ഞ്.
അപ്പം ഇതാരാ ഞാനാടാ സത്യം പറയടാ. അല്ല ഇതാരുടെ ആരോ ഇത് സീഡ് എങ്ങനെ തന്നെ വീഴുന്നത്? എന്നോടാ കളിക്കുന്നത്. അവനായിരിക്കും ആ വീട്. അപ്പോൾ ഗീസ് നമ്മൾ കുറച്ച് ബോണിട്ട് ഒരു പട്ടീനെ ഉണ്ടാക്കണം ഗീസ്. ഇങ്ങനത്തെ വിയേഡ് സാധനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. ഇപ്പം മിന്നലിൽ നിന്നും രക്ഷപ്പെടാം. അപ്പോൾ ഗീസ് ഞാൻ എന്താണ് എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മൾ പട്ടീനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഗീസ്. പട്ടീനെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ബോൺ വേണം ഗീസ്. ഒരു ബോണില്ല 2 ബോൺ എന്തായാലും വേണം. അല്ല അതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടി കൊടുക്കണം. ഇതെന്താ ഞാൻ ഇങ്ങനെ പൊട്ടിക്കാൻ ഗീസ്. അപ്പം നേരെ നമുക്ക് മുമ്പോട്ട് പോകാം ഗീസ്. മുമ്പോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ പോവാം. കുറച്ചൊരു നല്ല ഇതെന്താ ഗീസ്? ഇത് ഞാൻ തന്നെ ഇട്ട സാധനം. ഇതാ ഗീസ് നമ്മുടെ ഇതെവിടെ നൈസ് അവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്. ഓടിക്കോ ഗീസ്. എന്തോ ഗ്ലിച്ചുണ്ട് ഇവിടെ. ഇതെന്താ ഇങ്ങനെ? എന്താ വെള്ളം? എന്തോ മിസ്റ്റീരിയസ് ആണ് ഗീസ്. ഒരു കുന്തവും ഇല്ല ഇതിനകത്ത് ഗീസ്. മുകളിലോട്ട് പോവാം. ഇതാ ഗീസ് ആ കോപ്പറിൻ്റെ സ്ഥലത്തോട്ട് പോവാം. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ഗീസ്. ഗീസ് മുമ്പോട്ട് ഇങ്ങനെ പൊയ്ക്കാം. ഇതെന്താ ഗീസ് നിങ്ങൾ കാണണ്ടോ ഗീസ്? അല്ലെങ്കിലും എഴുത്ത് കുറവാണ്. ഇത് ആരടിക്കുന്നത്? ഇത്രയും നേരം ഒരു സ്കെൽട്ടൺ ഉണ്ടായിരുന്നില്ല. ആകെ 1-2 സ്കെൽട്ടനെ കണ്ട്. ഇതെന്താ ഗെയ്സ്? ഇത് പഴയതായതാണ്. എന്തോ പഴയതാണ് ഗീസ്. ആ വീട് ഗീസ് വീട് എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ പൊട്ടി ഗെയ്സ്. ഞാൻ ചവനായി ഗെയ്സ്. കുറച്ച് നേരത്തേക്ക് വീണ്ടും എൻ്റെ ശ്വാസം പോയി ഗെയ്സ്. ഓട് ഗെയ്സ്. പൊട്ടിക്കണം അത്. പൊട്ടിക്ക്. ഇതാണ് പൊട്ടിക്കാൻ പറ്റില്ല ഗെയ്സ്. ഒളിച്ചിക്ക്. അയ്യോ ഇതെന്താ എടാ ഗെയ്സ്? ഞാൻ പെട്ട്. ഇവിടുത്തെ വെള്ളം പോകുന്നില്ല ഗെയ്സ്. ഞാൻ വിചാരിച്ച പോലത്തെ സ്ഥലമില്ല. ഇവിടുത്തെ വെള്ളം പോകുന്നില്ല ഗെയ്സ്. ഫുള്ളായി ഗെയ്സ്. ഇനി എന്നെ അടിക്കല്ലേ ഗെയ്സ്. എന്നെ അടിക്കല്ലേ ഗെയ്സ്. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇവനും കൂടിയാണ് ഗെയ്സ് കാരണം. അപ്പം നമ്മുടെ വീഡിയോ കാണല്ലേ ഗെയ്സ്. ഈ ഇടയിൽ എന്താ എനിക്ക് ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടി വരും. എനിക്കൊരു സംശയം. ഇതെന്താ ഇവിടെ ബ്ലൂ കളർ? അവന് പിങ്ക് കൂടെ ഇരുന്ന് ടൺ. പിന്നെ ഈ സ്റ്റെയർസ് എന്താ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്? അതിലും വലിയൊരു ഗെയ്സ്. അപ്പോൾ ഗെയ്സ് ആ സ്റ്റെപ്പിന് മേലെ കയറുമ്പോൾ എനിക്ക് അടി കിട്ടുന്നുണ്ട്. ചോര കൊണ്ട് കുളിച്ചിരിക്കുന്ന ആരുണ്ട് ഓറാന്ന് പറഞ്ഞിട്ട്. സ്പെല്ലിങ് ഔറയോ ഓറയോ അങ്ങനെ എന്തോ ആണ് ഗീസ്. എനിക്ക് ഓറ ഉള്ളതുകൊണ്ട് ഇത്രയും ഗീസ് ഓറൻ്റെ ഫാനായി തോന്നുന്നു ഗീസ്. ഓറയൊക്കെ ഇപ്പോൾ എൻ്റെ പിന്നിൽ മൊത്തം ഓറ. ഇത് ഗീസ് ഞാൻ തമാശ പറയുന്നില്ല, സത്യം പറയാണ്. ഇത് റിയലാണെന്ന് തോന്നി. ഞാൻ ഗീസ് സ്റ്റെപ്പിൽ വെച്ചാൽ മാത്രമല്ല തരാ ഗീസ്. ആ ഓറാരാ ഗീസ്. ഓട്. ഞാൻ ഓൻ്റെ മുഖം കണ്ട ഗീസ്. നമുക്ക് രക്ഷപ്പെടേണ്ടി വരും ഗീസ്. ഓട് ഗീസ്. ഫുഡ് അപ്പോൾ ഫുഡൊക്കെ കിട്ടി നമുക്ക് ഗീസ്. പക്ഷെ രാത്രിയാണ്. ഓടിക്കോ ഗീസ്. വീണ്ടും ശ്വാസം പോകാൻ പോവാ ഗീസ്. ഒരു നിമിഷത്തേക്ക് എൻ്റെ ശ്വാസം പോയി ഗീസ്. നമുക്ക് ഇനി ഇങ്ങനെ പൊട്ടിച്ചോണ്ട് വെക്കാം. പിക്കാസ് കിട്ടി. പിക്കാസ് കൊണ്ടേണ്ട ഒരു സമയം ഗീസ്. നീ ഡേർട്ട് മാത്രം മൈനിയാ. കുറച്ച് എന്തെങ്കിലും കിട്ടുമല്ലോ ഗീസ്. ആ സാധനത്തിന് അകത്തെന്താന്ന് എനിക്ക് നോക്കണം. അപ്പോൾ ഞാൻ നിൽക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഗീസ് ഇതിനി എന്താവുന്നൊന്നും അറിയില്ല. ഇതെന്തായാലും വലിയ സീരീസ് ആക്കേണ്ടി വരും ഗീസ്. ഇതെന്തായാലും എനിക്ക് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചിട്ട് മോജാങ്ങിൻ്റെ അടുത്ത് ഫോട്ടോ അയച്ചു കൊടുക്കണം ഗീസ്. എന്ത് ഗ്ലിച്ചാണിത്? ഗ്ലിച്ച് എന്ന് വെച്ചാൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഗീസ്. ഇനി നമ്മളിത് തുറക്കാൻ പോവാ. പക്ഷേ നമ്മളതിൽ ഡേർട്ട് ചന്തിയാണ് ഗീസ്. നമ്മളതിൽ ആകെ കുറച്ച് ഡേർട്ടുണ്ട് ഗീസ്.
പിന്നെ പിക്കാസ് ആണെങ്കിൽ ഇല്ല, നിങ്ങൾക്കറിയായിരിക്കും. ഗെയ്സ് ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നേ? ഗെയ്സ് എന്തെങ്കിലും നല്ല പവർഫുള്ളായിട്ട് ചിന്തിക്കേണ്ടി വരും. ക്രീപ്പർ പോടാ, ക്രീപ്പർ പൊട്ടും തോന്നുന്നു. ക്രീപ്പർ ഓടാ അങ്ങോട്ട്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല ക്രീപ്പർ. അത് പൊട്ടി. ഇനി എന്ത് ചെയ്യാം ഗീസ്? എങ്ങോട്ടെങ്കിലും പോവാം ഗീസ്. നമുക്ക് വില്ലേജ് തപ്പി പോകണ്ടായിരുന്നു ഗീസ്. അത് ഇത്രയും അങ്കർബാർ മാത്രമേ ഉള്ളൂ ഗീസ്. എന്തായാലും നമുക്ക് കുറച്ചും കൂടി ദൂരത്തോട്ട് കൊണ്ടുവരും. ഇതാകെ വെള്ളം മാത്രമേ ഉള്ളൂ ഇവിടെ ഗീസ്. നമ്മളിപ്പോൾ ആ സ്ഥലം കുഴിച്ചാൽ എന്താവും ഗീസ്? അതാണിപ്പോൾ എൻ്റെ സംശയത്തിൽ ഗീസ്. നമുക്ക് ഇങ്ങോട്ട് പോവാം. ജീവശ്വാസമായി അല്ല ഗീസ്. ഇങ്ങോട്ട് ഞാൻ നിൽക്കത്തില്ല, മിന്നലടിക്കും ഗീസ് ഇങ്ങോട്ട്. ഈ ട്രേഡർ എന്താ കുറേ നേരമല്ലേ? നോക്കി നോക്കാം ഗീസ്, ട്രേഡ് എന്താ ചെയ്യുന്നത്? എവിടെ സീൻ? ഒരു എമറാൾഡ് കൊടുത്തിട്ട് സാൻഡാണ് ഗീസ് കിട്ടുന്ന സീന്. ഇത്രയും സീൻ ട്രേഡ് ഞാൻ എത്തിയിട്ടും കണ്ടിട്ടില്ല. ഇത് ഭയങ്കര വിയേർഡാണ്. തന്നെ ഇങ്ങനെ സൈഡിൽ താഴെ കിടക്കുന്ന ഗീസ്. പിന്നെ ആ സാധനത്തിൽ ഇപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വരും ഗീസ്. എനിക്ക് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് തോന്നുന്നു. മിസ്റ്റീരിയസ് ഗീസ്. നമുക്ക് തൊട്ടൊന്ന് കുഴിക്കേണ്ടി വരും ഗീസ്. ഇവിടെ നിന്ന് നമുക്കൊന്ന് കുഴിച്ച് നോക്കാം. ഇവിടെ ഒന്നുമില്ല, ഒന്ന് കുഴിച്ച് നോക്കാണ്ട്. ഇത്രയും കോപ്പറിനിടയിൽ എന്തിനാ ഇത്രയും മാത്രം? പിന്നെ ഈ സൈഡ് ഗീസ് ഇതിനകത്ത് വേറൊന്നുണ്ട് ഗീസ്. ഇതെന്താ ആരുടെ ബേസാണ് ഗീസ്? അവൻ്റെ എന്താ ബേസാണ് ഗീസ്? ചാടാൻ നമുക്ക്. ഈ ഗ്ലാസ് ഒന്ന് ഒട്ടിക്കട്ടെ ഗീസ്. ഞാൻ ചാടി. ഗീസ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ ഗീസ് ഇത് എവിടെയാണെന്ന് അറിയില്ല. ഇവിടെ ടോർച്ച് ഉണ്ട് ഗീസ്. ഇത് അയാളുടെ എന്ന സ്ഥലമായിരിക്കും ഗീസ്. ഇവിടെ അതേ മുകളിലുള്ള സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. ഇത് അയാളുടെ എന്ന സ്ഥലമാണ് ഗീസ്. ഗീസ് ഇതെന്താ? ഇത് റെഡ് സ്റ്റോണിൻ്റെ ടോർച്ചറിൻ്റെ സാധനമാണ് ഗീസ്. ഗീസ് പിക്ക് ഗീസ്. ഇവിടെ വാടാ, പിന്നെ ഞാൻ രക്ഷിക്കൂടാ. സ്വന്തം കുറച്ച് ഫുഡില്ലേ സാധ്യം ഇതിനെ കൊല്ലട്ടെ ഗീസ്. ലാഗ് അടിക്കുന്നു ഗീസ്. ഗീസ് അയാൾ നമ്മളിങ്ങനെ ചെയ്യും. അതിന് മുമ്പ് ഫുഡൊക്കെ കഴിച്ച് റെഡി ആവണം ഗീസ്. ഫുഡൊക്കെ കഴിച്ച് കുട്ടപ്പനാണ് ഗീസ്. ഇതാണ് ഈ ചാവുന്നില്ല. ഓടിക്കോ. നമുക്ക് ഓൻ ചിലപ്പോൾ ഇങ്ങോട്ട് വരും ഗീസ്. എപ്പോൾ ആണെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴൊക്കെ നമ്മളെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗീസ് ഇപ്പോഴത്തേക്ക് നമുക്ക് മുകളിലോട്ട് കയറേണ്ടി വരും ഗീസ്. എന്ത് ചെയ്താലും നമുക്ക് മുകളിലോട്ട് കയറണം. ലീച്ച അവിടെ ഇരുന്നോട്ടെ, ആവശ്യമില്ല ഗീസ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ചാടാനുള്ള, അതുകൊണ്ട് നമ്മൾ ഈ ഇരിക്കുന്ന എന്താണ് ഇവിടുന്ന് ഗീസ് ഞാൻ ആ വാട്ടർ ബക്കറ്റ് പൊക്കിന്ന് തോന്നുന്നു ഗീസ്. മൈൻക്രാഫ്റ്റ് 100 സീരീസിന് വേണ്ടി നിങ്ങൾ